ഹലോ, എല്ലാവർക്കും ഹായ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. ജസ്റ്റ് ചുമ്മാ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒന്ന് ചാമ്പ്യൻസ് ലീഗ് ഫൈനലൊക്കെ അല്ലേ, അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഇട്ടേക്കാം, ഒരു ചെറിയ പ്രിഡിക്ഷനൊക്കെ ആയിട്ട് വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നു. അപ്പോൾ ഇന്ന് പാരീസ് സെന്റ് ജർമ്മനും ഇന്റർ മിലാനും തമ്മിലാണ് മാച്ച്. ജർമ്മനിയിലെ അലിയാൻസ് അറീനയിൽ വെച്ചിട്ടാണ്. ബയർ മ്യൂണിക്കിൻ്റെ ഹോം ഗ്രൗണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് ടീമാണ് ബയർ മ്യൂണിക്. അൺഫോർച്യുനേറ്റ്ലി അവർ പുറത്തായി. അവരുടെ ഹോം ഗ്രൗണ്ട്, ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഇന്നത്തെ കളി. അപ്പോൾ രണ്ട് ടീമിന് ഞാൻ ബിഗിനിങ്, അതായത് സീസണിൻ്റെ ബിഗിനിങ് തൊട്ടിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ബോത്ത് പി എസ് ജിനെ ഇല്ല, ബിഗിനിങ്ങിലല്ല, ഒരു ജാനുവരി തൊട്ടിട്ട് ഞാൻ പി എസ് ജിനെ കുറച്ചുകൂടെ നന്നായി ഫോളോ ചെയ്യുന്നുണ്ട്. ആ ക്വാരറ്റ്സ്കേലിയയുടെ ട്രാൻസ്ഫറിന് ശേഷം ഞാൻ വളരെ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ടീമാണ് പി എസ് ജി. എനിക്കറിയാം പി എസ് ജിയുടെ ഒരുവിധം എല്ലാ കളികളും ഞാൻ കണ്ടിട്ടുണ്ട്. ബോത്ത് ഇന്റർ മിലാൻ ആസ് പെർ ഇറ്റാലിയൻ ലീഗിൽ കുറച്ച് കളി മിസ്സായെന്ന് വെച്ചാൽ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കളികളും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ ചെയ്യാം എന്ന് വിചാരിച്ചു, എന്തായിരിക്കും എന്നുള്ളത്. പിന്നെ നമ്മുടെ ഇത് ജസ്റ്റ് ഒരു പ്രഡിക്ഷൻസ് മാത്രം. പിന്നെ കളി ആ ഗ്രൗണ്ടിൽ എന്തായിരിക്കും അന്നത്തെ ആ ഒരു പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസ് അടിസ്ഥാനത്തിലായിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും. എന്നാലും നമ്മളൊരു പുറത്തുനിന്നുള്ളൊരു ജസ്റ്റ് ഒരു ഇവരുടെ ഈ ഒരു ഹിസ്റ്ററി വെച്ചിട്ടുള്ളൊരു പ്രഡിക്ഷൻ എന്ന് മാത്രം. ഹിസ്റ്ററിയിൽ അവരുടെ ഈ ലാസ്റ്റ് ഒരു ഫ്യൂ മാച്ചസ് വെച്ചിട്ട് അവരുടെ ഫോം വെച്ചിട്ടുള്ളൊരു പ്രഡിക്ഷൻ എന്ന് മാത്രം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പി എസ് ജി കയറുക എന്നാണ്. ബിക്കോസ് അവരുടെ അറ്റാക്ക് ഈസ് ഓസമാണ്. അതായത് ഒരു ഈവൻ ഇപ്പോൾ ശരിക്കും പി എസ് ജി ബാഴ്സലോണ വരേണ്ട ഒരു ഗെയിമായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി ഇന്റർ മിലാൻ വന്നു എന്ന് മാത്രം. പക്ഷേ പി എസ് ജിയുടെ അറ്റാക്കിനെ തടുക്കാൻ ഇവർക്ക് ഇന്ററിന് ഒരിക്കലും സാധിക്കത്തില്ല. അതായത് അവരുടെ ആ ബസ്റ്റോണിയൊക്കെ ഓക്കെ ഇൻഫോമാണ്, നല്ല സ്ട്രെങ്ത് ഒക്കെ ഉള്ള പ്ലെയർ ആണെങ്കിൽ പോലും ആ ഉസ്മാൻ ഡെമ്പലെ, സ്ക്വേലിയർ, മിഡ്ഫീൽഡിലെ വിറ്റീനിയ, ഇവരൊന്നും, ഫാബിയൻ റൂയിസ്, ഇവരൊന്നും തടുക്കാനും ഇന്ററിന് കഴിയും തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ പി എസ് ജി ഒരു 3-1 ഓർ 2-0, ഇത് എങ്ങനെ ഒരു 2 ഗോൾ അഡ്വാൻറ്റേജ്, 2 ഓർ മോർ അഡ്വാൻറ്റേജിൽ പി എസ് ജി ജയിക്കും എന്നാണ് തോന്നുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഒരു സ്കോറിങ് നടക്കാൻ തന്നെ ചാൻസ്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു 1-0 ഓർ 2-1 ഒക്കെ ആണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ പി എസ് ജിയുടെ ഒന്നുകൂടെ അറ്റാക്ക് വരും. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു അവർ 2 ഗോൾ ലീഡാണെങ്കിൽ പൊതുവെ ഡിഫെൻസ് വരും. അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ ആ ആസ്റ്റൺ വില്ലൊക്കെ ആയിട്ട് കണ്ടതല്ലേ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പി എസ് ജി എങ്ങനെയായാലും എങ്ങനെയെങ്കിലൊക്കെ ഒരു അവരുടെ ഫസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് എടുക്കും അങ്ങനെ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രിഡിക്ഷൻസ് പറയാം. ഇത് ഞാൻ അവരുടെ ജസ്റ്റ് കഴിഞ്ഞ ഒരു ഫ്യൂ മാച്ചസുള്ള ഫോം വെച്ചിട്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. ബിക്കോസ് ഇന്ത്യ ഡിഫെൻസീവ്ലി ഇങ്ങനെ പോകും. അവരുടെ കൗണ്ടർ അറ്റാക്ക് ഒക്കെ ഓക്കെ, വെരി ഗുഡ് ആണ്. ആ ഡംഫ്രീസ് ഒക്കെ ഇങ്ങനെ വിങ്ങിലൂടെ ഒക്കെ കയറിയിട്ട് നല്ല ഒരു കൗണ്ടർ അറ്റാക്ക്. പക്ഷെ എന്നാലും അവർ ബാഴ്സയുടെ ഒരു എല്ലാവരും ഇപ്പോൾ നമ്മൾ ഓൺലൈൻ മീഡിയത്തിലൊക്കെ കണ്ടു ഇന്റർ അടിക്കുക, ഒരു കൗണ്ടർ അറ്റാക്കിൽ കയറും. ബാഴ്സയുടെ എഗെയിൻസ്റ്റ് കണ്ടല്ലോ. പക്ഷെ ബാഴ്സയുടെ അഗെയിൻസ്റ്റ് എൻറ്റയർലി ഡിഫറൻസ് ആയിരുന്നു. ബാഴ്സയുടെ ഡിഫെൻസ് ഒന്നാമത് വീക്കാണ്. എസ്പെഷ്യലി ആ ഒരു സെമി ഫൈനലിൽ നമ്മൾ കണ്ടാണ് ആ ലെഫ്റ്റ് വിങ് ആണെന്ന് തോന്നുന്നത്. അതായത് ആ ജെറാർഡ് മാർട്ടിൻ്റെ ഒക്കെ വിങ് ഭയങ്കര വീക്കായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇന്റർ ജയിച്ചത്. ആ ഒറ്റൊരു പൊസിഷൻ വീക്കായതുകൊണ്ട് മാത്രം ഇന്റർ ജയിച്ചത്. അല്ലെങ്കിൽ ഇന്റർ ഒട്ടും ഡിസേർവ് ചെയ്യുന്നില്ല ഫൈനൽ. അപ്പോൾ പി എസ് ജിയുടെ അതല്ല അവസ്ഥ. രണ്ട് വിങ്ങും സ്ട്രോങ് ആണ്, മെൻഡിസും ആൻഡ് ഇപ്പുറത്ത് നമ്മുടെ അഷ്റഫ് ഹക്കീമിയും. അപ്പോൾ പി എസ് ജി സിമ്പിളായിട്ട് ജയിക്കും എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻസിൽ പറയാം. ഓക്കെ, ബൈ, സീ യു ആഫ്റ്റർ ദ മാച്ച്.